ഇതങ്ങനെ തട്ടങ്ങനെ ഇരിക്കുമ്പോൾ മുയലുകളോ തട്ടിരിക്കാൻ ഈ മുയലുകൾ ഉണ്ടാവുമല്ലോ വളർത്തുന്ന മുയലുകൾ വെള്ള ഒരു തുള്ളി തുള്ളി ഇങ്ങനെ അങ്ങനെ ആകാൻ പാടില്ല. എന്താ വേണ്ടല്ലേ ഇതിലേറെ കുട്ടികളൊക്കെ ഉറങ്ങിയേക്ക രാത്രി പെരും മഴ സമയം എത്രയായി എനിക്കൊക്കെ ആയിരുന്ന ദിവസം 2-3 പ്രാവശ്യം കുളിക്കണം അല്ല ആ കുളിയല്ല കേട്ടോ ഇതിപ്പോ ആൾക്കാർ ഇപ്പൊ ഞാൻ അങ്ങനത്തെ രീതിയിൽ കരുതും അതായത് ഞങ്ങള് വൃത്തി ഇപ്പച്ചിനെയാണോ ടിഷുവിനെയാണോ ജിബ്രൂനെയാണോ അബ്രൂനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ അങ്ങനെ വിട്ടുട്ടോ എനിക്കറിയില്ല അപ്പൊ എന്നോട് ആരോ പറഞ്ഞു ഞാൻ കുഞ്ഞോളം അടിച്ചോണ്ടായിരുന്നു ഒരു വെയിറ്റ് ആയിക്കോട്ടെ പിന്നെ ആരാ വാങ്ങി തന്നെ കറക്കണത് ആരാ വാങ്ങി തന്നെ ആ കുനാഫ ആരാ വാങ്ങി തന്നെ എന്താ നിങ്ങക്ക് ഡ്രസ് ആരാ വാങ്ങി തരല് ചന്തിമാരൊക്കെ അടിച്ച് വാച്ച് ഉണ്ടാക്കി തരല് ഗൈസ് വല്യമ്മയൊക്കെ കല്യാണത്തിന് പോവുകയാണ് അല്ലേ വല്യമ്മ ഇതെന്താ കീറി വേണ്ടിട്ടില്ല ബ്രോ എന്താ കീറി വേണ്ടിട്ടോ അപ്പൊ അതാ പറഞ്ഞത് ഈ ചെറിയ കാര്യത്തിന് ഇന്റെ അടുത്തേക്ക് നൊലോളിച്ച് വരരുതെന്ന് മനസ്സിലായില്ല എനിക്ക് ആ തോക്കാൻ പറ്റൂല അത് നിങ്ങൾ ഇവിടെ ടിവിമൊക്കെ ടിവിന്റെ ചില്ലൊക്കെ പൊട്ടിയാലേ നിങ്ങളെ ഞാൻ അടിച്ചിട്ട് അതങ്ങനെ കയ്യിൽ നിന്നാണ് പോയാലോ ഇപ്പൊ ഇന്നാളെ എൻ്റെ കയ്യിൽ നിന്ന് പോയിങ്ങാണ്ടല്ലേ ഉമ്മച്ചിന്റെ നെറ്റിമ പോയി തട്ടിയത് അങ്ങനെ അറിയാതെ കയ്യിൽ നിന്ന് പോയിട്ട് ഇതാണ് പൊട്ടിയ എന്താ അവസ്ഥ എത്ര ലക്ഷം ഉറുപ്പിന്റെ മുതലാണിത് കമ്പ്യൂട്ടർ നിങ്ങൾ അയിമക്ക് വെക്കണം നിങ്ങൾ എവിടെയെങ്കിലും കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് നടക്കുമ്പോൾ തട്ടിയിട്ട് ടീമൊക്കെ തെറിച്ചാലോ നിങ്ങൾക്ക് തോക്കിന് പകരമാണ് ഞാൻ ഈ സാധനം വാങ്ങിത്തന്നത് മനസ്സിലായോ ഇതാണ് കുട്ടികൾ കളിക്കുക ഇത് എങ്ങനെ വെച്ചാൽ തിരിച്ചുങ്ങാണ്ടാക്കാൻ കഴിയണം ഏത് ബ്ലൂ കളറൊക്കെ ഒരു ഭാഗത്ത് ഇപ്പൊ കണ്ടോ ബ്ലൂ രണ്ടൊരു ഭാഗത്തായില്ലേ ഗ്രീന് ഒരു ഭാഗത്ത് അങ്ങനെ അങ്ങനെ ആക്കാൻ കഴിയണം കറക്റ്റ് അത് ഞാൻ വാങ്ങി തന്നല്ലോ പിന്നെ ഇവിടെ നമ്മുടെ ബർത്ത്ഡേ ബോയ് ആയിട്ടുള്ള ഔതക്കുഞ്ഞുണ്ട് കേട്ടോ അവിടെ അതാ നീച്ചുന്നാ നീച്ചിക്ക് ആ പിന്നെ എങ്ങോട്ടാ പോണേ ആ ഒരു ഷേപ്പ് നിന്ന് ഇപ്പൊ വേറൊരു ഷേപ്പിൽ നിന്നില്ലേ ഈ ഷേപ്പ് നോക്ക ഔതാ എങ്ങോട്ടാ പോണേ എങ്ങോട്ട് പോണതാ കല്യാണത്തിനോ ഇഷ്ടം എനിക്ക് കല്യാണം ഓൻകോ അനക്കോ ഉമ്മച്ചി പോണില്ല അറിഞ്ഞോ എന്നിട്ട് എന്തായത് സങ്കടോ ടിഷ്യൂ പേപ്പറേ എമ്പടീന് ഇപ്പച്ചിന്റെ കുട്ടി പുതിയ കുപ്പായൊക്കെ ഇട്ടിക്കണല്ലോ കുട്ടി തുപ്പല്ലോ മാടി പൊന്തിച്ചല്ലേടി നോക്കാ എന്നെ എപ്പ തന്നെയാണ് മാടി പൊന്തിച്ചു കേട്ടോ ഷാപ്പാണതേ ഇബ്രുവിനെ ഭയങ്കര കാര്യമാണ്
അത് ഇതിൽ കൂടെ അതാർക്ക് കൊടുക്കാനാ? അതേറ്റ കുട്ടിന്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്ന കുട്ടിയൊക്കെ തൊള്ളി കൊണ്ടായാലും അൻപിക്കല്ല നൈഷൂന് എടുക്കണ്ട കേട്ടോ. ഓള് കച്ചറുണ്ടാക്കോ. പിന്നെ ഒരു നേരം വിളിച്ചു നിങ്ങളത് ആ വാങ്ങി വെച്ചാ മതി. ആ തൊള്ളിയിൽ ആ കുട്ടിയാക്കും അങ്ങനത്തെ സാധനം ചെറിയ സാധനം കൊടുക്കാൻ പാടില്ല. ഔതാ ഇപ്പൊ നോക്കാണ് എന്റെ ഞാൻ എന്തായാലും ഇപ്പച്ചി ഞാൻ പറഞ്ഞ ഇപ്പച്ചി എന്നോട് സോറി പറഞ്ഞേക്കണ ഇന്നലെ അന്തിക്കാണ് രാവിലെ പോയപ്പോഴേ ഇച്ച വേണ്ടപ്പച്ചിന്റെ സോറി ഞാൻ മുണ്ടൂല. ഞാൻ നല്ല രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ട് നിങ്ങൾ കാല് മുമ്പ് വെച്ച് കളത്തിലൊക്കെ മുമ്പ് വെച്ച് പറഞ്ഞു സോറി ബ്രോ പറ. അവന് ഇന്നലെ അന്തിക്ക് എന്താ പഠിച്ചവനോട് പ്രാർത്ഥിച്ചേ ചോദിച്ചോക്കാം. അവൻ നിങ്ങളെ വിളിച്ചില്ലേ? നിങ്ങളെ അതിന് പഠിച്ചവനോട് അസ്തഗ്ഫിറുല്ലാ ഒക്കെ പറഞ്ഞു. പിന്നെ ഇപ്പൊ കൊടുത്തിക്കണേ ഒരടിയോ ഇങ്ങനെ തുള്ളി തുള്ളി ഇങ്ങനെ അങ്ങനെ ആകാൻ പാടില്ല. കുറച്ചൊക്കെ ക്ഷമ വേണം. നമുക്ക് തീരെ ക്ഷമ ഇല്ല അല്ലേ? അത് ഓന്റെ നോലോളിക്ക് കാരണം ഉണ്ട് കൂട്ടി. എന്ത് ഇബലെ രണ്ടാളെ തോക്ക് ഇബന്റെ തോക്ക് ഇബൻ കേടെത്തി ഓന്റെ തോക്ക് ഓനും കേടെത്തി. എന്നിട്ട് ഇബൽക്ക് രണ്ടാൾക്ക് തോക്കില്ലായിട്ട് ഓൻ എടുത്തച്ച തോക്ക് ഇബൽക്ക് കളിച്ചാൻ കൊടുത്തേണ്. ഓൻ അത്രയും സൂക്ഷിച്ച സാധനം ഇബല് കേടെത്തിയ സങ്കടം വരൂലേ? അതിനാണ് ഓൻ അളകിയത്. ഈ ഔത കുഞ്ഞ് ഔത കുഞ്ഞിനെ അതിന് നല്ലൊരു അമറാടി ഇന്നലെ കിട്ടണ്ടേനി. ഒന്ന് കിട്ടിക്കണേ ചെറുക്കൊന്ന് കിട്ടി. ചെറുക്കാണ് അടിച്ചിക്കണേ. പിന്നെ അരമണിക്കൂർ ഇങ്ങനെയാണ് വേറെ ഒന്നുമില്ല. സ്കാച്ച് പോലെ തന്നെ സങ്കടം ഉണ്ട് ഇബ്രുവിന് ഓന്റെ കാരണത്താൽ. ഇബ്രു ആണെങ്കിലോ ഞാനവിടെ തലവേദനിച്ച് കിടക്കുക. അതിന്റെ അടിയിൽ വന്ന് ഇങ്ങോട്ടൊക്കെ നാർക്കുക. എന്റെ തോക്ക് കടത്തിയാറുണ്ട് അതിൽ എനിക്ക് എന്നിട്ട് അതുമല്ല ഇബ്രുവിന് സങ്കടം ഏറ്റവും സങ്കടം എന്താ പറയാ നിങ്ങള് തല്ലിയതൊന്നല്ല. നന്നാക്കാൻ പറ്റിയ തോക്ക് നിങ്ങൾ അത് പിന്നെ ഒട്ടിച്ചുങ്ങാണ്ട് ഒറ്റ ചവിട്ടി അത് പറഞ്ഞു കണ്ടാണോ വിളിച്ചത് പൊട്ടിച്ച് അത് പിന്നെയാണ് പൊട്ടിച്ച്. മറ്റേതാ ഇങ്ങനെ അടർന്നു പോന്നിട്ടുള്ളൂ. കൊഞ്ചുമ്പോ ശ്രദ്ധിച്ചാൽ മതി. അൽബനൊക്കെ വലിയ കുട്ടികളാണ് ഓൾക്ക് മാതൃക. നൊലോളിച്ചല്ലേ വേണ്ടത്. നിന്നോട് നല്ല പോലെ ചെറിയ കാര്യത്തിനൊക്കെ എനിക്ക് ഏറ്റവും പിരാന്തിച്ച പരിപാടിയാണ്. ഇന്നലെ ഓൾക്ക് അത്രയും സങ്കടം വന്നിട്ടാണ് നോലോളിച്ചത്. ഓന്റെ സാധനം പൊട്ടിച്ചിട്ട് ഇപ്പച്ച് തോക്ക് വാങ്ങി തരാതെ ഞാൻ മുണ്ടൂല. മുണ്ടിയോനോ നല്ല കുട്ടിയാണ്. പക്ഷെ വിളിച്ചിട്ട് അത് അതിൽ പറയുന്നില്ല. പറയട്ടല്ലോ അതിനോ പഠിച്ചോനോട് എന്ത് ഇതിനുള്ളിൽ തലട്ടിക്കണേ. പക്ഷെ അവന് പെരുത്തം തേടിയില്ലേ? എന്താണ് ഇത് പറഞ്ഞത്? ചെല്ലു ദുആയതാണ്. പൊരുത്തപ്പെട്ടില്ലോ നോക്കട്ടെ അല്ലാഹു. എന്താണ് മൊബൈൽ ഇനി പൊട്ടും. അടുത്ത പൊട്ടും മൊബൈൽ നോക്കെ പറയൂ. ജിബ്രാൻ പറഞ്ഞുകൊടുത്ത ജിബ്രാൻ ഇന്നലെ അന്തിക്ക് എന്താ വെച്ച് പറഞ്ഞത് പറഞ്ഞുകൊടുത്ത ഇബ്രു പറഞ്ഞില്ലേ? ഇജ്ജ് പറഞ്ഞുകൊടുത്ത ബ്രോ മലയാളോ തീരെ അറിയില്ല. മലയാളോ തീരെ അറിയില്ല. പാട് ഇംഗ്ലീഷാ ഒക്കെ നമ്മള് നോക്ക പാടുവോ? പാട്ടർമല്ലതാ കൈയടിക്കടാ. കൈയടിക്ക് ജിബ്രാൻ. കൈയടിക്ക് ബ്രോ. അബ്രുവിന് വേണ്ടിട്ടുണ്ടേ ഇംഗ്ലീഷ് പാട്ട് അടിച്ചിട്ടുണ്ട്. കൈയടിക്ക്.
പിന്നെ ഞാൻ വേറെ കാര്യം പറയട്ടെ, എൻ്റെ ഇബ്രുവാണ് എൻ്റെ ശക്തി. ഓനിക്ക് ഞാൻ തോക്കുവാണെങ്കിൽ തോക്ക് വാങ്ങിക്കൊടുക്കും. നിങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടൂല കേട്ടോ. രണ്ടാളും കേടെത്തിയല്ലേ. ഇബ്രു കുട്ടിക്കൊന്ന് തല്ല ഓൻക്കോ ഞാനാ വാങ്ങി തരണ്ടേ? ചിഞ്ചുമാമ വാങ്ങി തരണ്ടേ? അത് പറയാം, ഞാൻ വാങ്ങി തരണ്ടേ? എന്തേ അപ്പൊ അതിന് ഇഷ്ടമല്ല? ഇത് പിന്നെ എന്തിനാ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചൊക്കെ നിന്നത്? ആദ്യം പക്ഷെ ഇഞ്ഞിട്ട് മുണ്ടി നല്ലപോലെ വന്നത് ഇനിയായിട്ട് പിന്നെ ഇതാക്കിയത് അത് പറയും. പൈസ അപ്പൊ എന്റെ കുട്ടിക്ക് ഞാൻ ഒരു തോക്ക് വാങ്ങിക്കും. എന്തേ ഉറപ്പല്ലേ? ഞാൻ കൊണ്ടുവന്ന ഉൽക്കണ്ടാക്കാൻ കൊടുക്കും. അപ്പൊ എനിക്ക് ഇപ്പറ്റിനോട് ദേഷ്യാണല്ലേ? ഒക്കെ ഞാൻ കൊണ്ടുവന്ന തന്നെയല്ലേ ബ്രെഡും ചോക്ലേറ്റും ഒക്കെ. പക്ഷെ ബ്രെഡ് ആരാ കൊണ്ടുവന്നേ? അപ്പൊ ഗൈസ് ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ കല്യാണത്തിന് പോകണം. നമ്മളല്ല, കുഞ്ഞോളും കുട്ടികളും കല്യാണത്തിന് പോവാണ്. തറവാട്ടിലെ അനുവിൻ്റെയും ചിഞ്ചുവിൻ്റെയും ഒപ്പാണ് പോണത്. ഞാൻ പോകണില്ല. എനിക്കിന്ന് നമ്മുടെ ഒരു ചെറിയൊരു മീറ്റപ്പ് ഉണ്ട്. നമ്മുടെ ചെറിയൊരു ബ്ലോഗേഴ്സ് കൂട്ടായ്മയുടെ കീഴിലുള്ള ഒരു ചെറിയൊരു മീറ്റപ്പ് പറഞ്ഞാൽ എന്താ ഗെറ്റുക അങ്ങനത്തെ സംഭവമൊന്നുമല്ല. നമ്മൾ കുറച്ച് പാവങ്ങളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ, നമ്മൾ അഗതികളായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു ഇത് ബ്ലോഗേഴ്സ് കൂട്ടായ്മയുടെ കീഴിൽ ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് അവിടെ നിന്ന് പോകണം, ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോരണമെന്നുണ്ട്. അപ്പം ഞാനതിന് പോകാം. അപ്പം എനിക്കിത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളും കുട്ടികൾ കല്യാണത്തിന് അങ്ങനെ പോവുകയാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഗൈസ് നമ്മുടെ പണ്ടത്തെ നമ്മുടെ മുൻ MLA തോറ്റ MLA അല്ലേ അസ്ക്വാനിക്കോട് വേദി 6798 വോട്ടിനാണ് ജയിക്കൂല്ലേ? വന്നിട്ടില്ല. ബെർണിന്റെ മുമ്പേ നമ്മളെ പ്രവചനം ഇയാള് 6798 ആരാടെ ഷൗക്കത്തിലെ അൻവർ 75,000. അപ്പൊ കൂടുതൽ ജയിച്ചാരാ? ഓലല്ലേ ഇതാവുക? വേറൊരു കമന്റിൽ കണ്ടു തോനെ വോട്ട് കിട്ടുന്ന പോലെ ജയിച്ചു. അങ്ങനെ കമന്റ് മച്ചൻ പറഞ്ഞ ഞമ്മക്ക് സെക്കൻഡ് ഇല്ല ചോദിച്ചില്ലേ? സെക്കൻഡ് എത്തിനാ? അല്ല അജ്ജ ആര് ജയിച്ചെന്ന് അറിയണം. ഞാൻ ആരും ജയിച്ചും പറയില്ല, ഞാൻ രാഷ്ട്രീയം പറയില്ല. രാഷ്ട്രീയം ഉണ്ടായിട്ടൊന്നല്ല അല്ല ഗൈസ്. അപ്പൊ ഇവരിങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് നിൽക്കണ്. അപ്പൊ നമ്മളെ ഇവിടെ മെയിൻ അസ്കറായിക്കോട് യൂട്യൂബറൊക്കെ നമ്മുടെ ഇന്നത്തെ മീറ്റപ്പ് പരിപാടി നയിക്കുന്നത് അല്ലേ? ഉദ്ഘാടകൻ തുണിയൊക്കെ നോക്കാണ് മടക്കൂത്തി. ഞങ്ങൾ പോയാലടി നിങ്ങളെ കൊണ്ടുവരാൻ അപ്പാപ്പ വന്നോളൂ കേട്ടോ. ബ്രോ അടങ്ങിക്കണം. കല്യാണം കൂടി പോയാലും മെച്ചിനെ ഇടങ്ങേറാക്കരുത് കേട്ടോ. ട്ടോ ജിബ്രാൻ ട്ടോ അബ്രോ ഇതിനെ മെയിനാണ്. എനിക്ക് ഇന്നലെ കിട്ടേണ്ട അടിയാണ് കേട്ടോ. എനിക്ക് ഇന്നലെ കിട്ടേണ്ട അടിയാണ് അത്. ടിഷ്യൂ പേപ്പർ. അതിലാണ് ആപ്പിക്കുന്നത്. ഇതാ നമ്മളെ വണ്ടി എടുത്താണ്. പിന്നെ വേറെ ആർക്കും റോട്ടിൽ കൂടെ വേറെ ഒന്നും ഓട്ടേണ്ടി ഇല്ല എന്നുള്ളു. ഇതാ കേട്ടോ ഞാൻ എന്റെ ഷൂടാണ്ട് ഇപ്പൊ വരാം. അതില് മാമയ്ക്ക് ഋഷിനെ മഴ കൊള്ളിച്ചല്ല റാഷിദ, മഴ കൊള്ളിച്ചല്ല റാഷിദ. ഗൈസ് വല്യമ്മയൊക്കെ കല്യാണത്തിന് പോവുകയാണ് അല്ലേ വല്യമ്മ? ഞാനല്ല, ഞാൻ എനിക്ക് പരിപാടി ഉണ്ട്. അല്ലടി ഇബ്രാഹിം മുന്നില റാഷിദ. പേരും മഴ അല്ലേ? ഏജാതി മഴ. നല്ലൊരു ഞായറാഴ്ച ആയിട്ടൊക്കെയാണ് ഈ മഴയത്ത് നമുക്ക് ചിറാപ്പുഞ്ചി പാട്ട്, ചിറാപ്പുഞ്ചി അനാൻസാന്റെ ഇതിലിങ്ങനെ വൈപ്പിലിങ്ങനെ പോകണം. ആ പാടിന്ന
പാടാനറിയോ? ട്രൗസർ ഊരി തല്ലും ട്രൗസർ മാത്രമേ ഇടല്. അല്ലേ തന്നെ അനാൻസ ട്രൗസർ മാത്രമേ ഇടല്. ഞാൻ അതും കൂടി ഊരിയാല് അത് ചരിത്രത്തിന് നല്ല മഴയുണ്ട് കൈ. ലൈറ്റ് സോങ് ഒക്കെ ഇട്ട് നല്ല മഴയത്ത് പൂള ബിരിയാണി, കട്ടൻ ചായ, അതൊക്കെ നിങ്ങളെ അതൊക്കെ ഇയാളെ തന്ത വൈബുകളാട്ടോ പറയണത്. അത് ഇപ്പൊ യുവത്വത്തിന്റെ പ്രസരിപ്പില്ല ആളുകളാണ് ആകെ കഴിക്കുന്നത്. നമ്മളെങ്ങനെ വെച്ചാല് നല്ല മഴയത്ത് ഒരു ലൈറ്റ് സോങ് ഇട്ട് നമ്മളെ പെണ്ണുങ്ങളപ്പം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വണ്ടി നല്ല മഴയുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് ആ പാട്ടും കേട്ട് വർത്താനം പറഞ്ഞിരിക്കണം. ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഈ ലൈറ്റ് സോങ് നിനക്ക് മനസ്സിലായി? ലൈറ്റ് ചായ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ലൈറ്റ് സോങ് സൗണ്ട് കുറച്ച് ഒരു മൈൽഡ് ടൈപ്പ് സോങ്, മെലഡീസ് ടൈപ്പ്. ഈ റാസാബീഗത്തിന്റെ ഒക്കെ ഉണ്ടല്ലോ. എങ്ങനെ മറ്റേ പിരിയുന്നതിനു മുമ്പേ ഒരു ഹിജിറ പോണെന്നൊക്കെ പറഞ്ഞിട്ട് പാടില്ലേ? വേണ്ട കേട്ടാ പിന്നെ അന്ന് തന്നെ ഈ കാലം പിരിച്ചില്ലേ. മഴ ഒരു റേഷൻ മാതിരിയാണല്ലോ ഇതൊക്കെ. ചില സ്ഥലത്ത് ഇവിടെ നല്ല വെയില്. വാർഡ് അടിസ്ഥാനത്തിലാണ് ഇപ്പൊ മഴ കൊടുക്കുന്നത്. പണ്ടത്തെ മാതിരി എല്ലാവർക്കും അവിടെ കൊടുക്കുക എന്നുള്ള പരിപാടി ഇല്ല. ഒരു കണക്കും കാര്യമൊക്കെ നോക്കിയിട്ട് എവിടെയാണോ കുറവും കൂടുതലൊക്കെ നോക്കിയിട്ട് മെഷീനിലിട്ടിട്ട് ചെയ്യണ സംഭവം അത്. അങ്ങനെ കനക വളകളണിഞ്ഞൊരുങ്ങി കടകണ്ണാൽ മാരന്റെ വരവും കാത്ത് കൽബിലൊരായിരം ആശകളാൽ കതിർ കത്തി മിന്നിത്തിളങ്ങി നാരേ പുന്നാരന്മാരന്റെ വരവും കാത്ത് പുതുനാരി ചമഞ്ഞിത ഒരുങ്ങിടുന്നേ പുതുമകൾ പലതും മനസ്സിൽ തിങ്ങി പുതുനാരി നിമിഷങ്ങൾ തള്ളിയിടുന്നേ. ആ വൈബ് പാട്ട് പാടിയാൽ മതി. അത് ഇപ്പൊ ഈ മഴക്കാലത്ത് കല്യാണം കഴിഞ്ഞ പാട്ടറിയോ? ഇന്ന് ഞാന് മക്കളെ തന്തക്ക് മധുരപ്പനം ചക്കര മൂന്നെണ്ണത്തിന്റെ തള്ള ഞാൻ ഇന്ന് ഉണങ്ങി കാണിച്ച കൊപ്പര. അടുത്ത വരി പാടി വരി പറഞ്ഞാലേ എനിക്ക് കിട്ടുള്ളൂ. ബാക്കി എനിക്ക് കിട്ടൂലേ? ആ വരി ഏത് കുട്ടികൾക്കും കിട്ടണാണ്. അപ്പൊ ഞങ്ങള് കാളികാവ് ടൗണിലെത്തി. കാളികാവ് ടൗണൊക്കെ പരിപാടി ബിരിയാണി കഴിഞ്ഞാവോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഹിമാക്കയറത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാണ്ട് ഇതാക്കണം. ഇവിടെ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. എന്താണ് എനിക്ക് പറയാനുള്ളത്? എന്താണ് എന്റെ ചാനലിന്റെ പേര്? FM വിവ. എന്റെതോ അസ്മ അസു വ്ളോഗ്. പിന്നെ ആ താത്താന്റെ എന്താണ് അതിന്റെ പേര്? കമറൂസ് കമറൂസ് ഗാർഡൻ. ആ ഓക്കെ. എല്ലാരും ചാനൽ ഉഷാറാവട്ടെ കേട്ടോ. പോരെ? കാത്തല്ലേ? സെറ്റല്ലേ? കുഞ്ഞോളോടും കുട്ടികളോടൊക്കെ അന്വേഷണം പറഞ്ഞു. ആ ഞാൻ പറയാം. കുഞ്ഞോളോടും കുട്ടികളോടും അബ്രു ഇബ്രു പിന്നെന്താണ് ജിബ്രു ചെറുത് ടിഷമോൾക്ക് എന്റെ ഉമ്മ കൊടുക്കണ്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓല് വന്നു കേട്ടോ. ഞാനും തന്നെ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നു. പെരയിൽ ഇങ്ങനെ കുത്തിരിക്കാൻ മുട്ട്. അപ്പൊ ചെറിയൊരു ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യണ്ടല്ലോ നിങ്ങളെ അല്ലേ? എല്ലായിടത്തും ഈ മഴ. ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ കാളിയാ തന്നെയല്ലേ കല്യാണക്കൊടിയിലോ. ജിബ്രാനെ ഒന്ന് അങ്ങോട്ട് പൊയ്ക്കാ. നിങ്ങള് ഞങ്ങളൊന്ന് വർത്താനം പറഞ്ഞിരിക്കാന്ന് കണ്ട അപ്പൊ വരുമല്ലോ നിങ്ങള്. ഇനിയിപ്പോ മഴ പോട്ടെ. മഴ പെയ്യുമ്പോ ഞങ്ങള് പോകുക. ഇബ്രാഹിമോട് എന്നാ ഉറപ്പല്ലേ? എന്നിട്ട് തറവാട്ടിക്ക് പോകൂല കേട്ടോ മോളെ. ഞാൻ ഇപ്പൊ വിടൂല കേട്ടോ. തറവാട്ടിക്ക് വേണോ? എന്നപ്പെടെ വാ. നിന്റെ തോളത്ത് കൂടെ വാ. എല്ലാരും അവിടെ തൂങ്ങില്ലേ? കുറവാ. ഇബ്രാഹിം വിട്ടാ ഇജ്ജ് പറഞ്ഞു. ഇജ്ജ് പൊടിച്ചല്ലേ? ഇജ്ജ് അങ്ങനെ പിടിച്ചല്ലേ? ഇതാണ് അവസ്ഥ ഗൈസ്. പെരയില് വന്നിരുന്നാല്
കുട്ടികൾക്ക് ഇപ്പച്ചിരെ ഭയങ്കര കാര്യ അല്ലേ? പിന്നെ എൻ്റെ കുട്ടികളിൽ എനിക്ക് ഏറ്റവും പക്വതയും മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വലിയ കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ടാണ് നല്ല പക്വതയും കുറച്ചൊരു അന്തമുള്ള കുട്ടി എന്ന് പറയുന്നത്. എന്താ ഞാൻ ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോ ഒരു കഷ്ണമുള്ള ഇതിന് ആ ഒരു കഷ്ണാണ് എറിഞ്ഞത് ഞാൻ. ഇല്ല ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്യൂല. ടിഷപ്പൂവേ നിൽക്കണേ, ടിഷപ്പൂവേ എന്താ വർത്താനം ടിഷപ്പൂവേ? കണ്ണും മത്തങ്ങ കണ്ണാക്കിക്കണല്ലോ. ജിബ്രാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ജിബ്രാൻ അതിനെ ചാർജറിന്റെ വയറുകൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ എനിക്കൊരു ഓരിയുണ്ട്. ഇവിടെ വന്നപ്പോ തന്നെ പറഞ്ഞു, ഇബ്രാഹിമേ എന്താണ് കാട്ടിയത് ജിബ്രാന്? എന്താണ് കാട്ടിക്കണേ? ഇത് ഞങ്ങളെ ചാർജും പറയുന്നുണ്ടല്ലോ കുറ്റക്കെന്താ ചാർജ് കയറിയിട്ട് എനിക്ക് കാണാൻ തരാണ്. ഓനാട്ടെ തല്ല ഞാൻ പൊപ്പോണ്ട് ഞാൻ മൂടി ഓന് ഇന്റെ തന്തി കച്ചാണ് അത് നേരെ മോത്തക്കാണ്. ഞാനൊന്നും കാട്ടിയിട്ടില്ല. അനക്കാരും വെച്ചിരുന്ന് അനക്കൂടി കിട്ടുന്നില്ലേ? ചാർജറിന്റെ വള്ളി കൊണ്ട് തന്നെ ഒരടി കൊടുത്തില്ലേ? ശ്വാസം കിട്ടാതെ ഒഴിച്ച കുട്ടി അത് ഇവര് തമ്മിൽ കച്ചറ കൂടിയിട്ടാണതേ. ഇബ്രാഹിമൂനും ഉണ്ടായി പങ്ക്. പറഞ്ഞ ഓനെടുത്ത് എന്നിട്ടില്ല ഇരിച്ചാണ്ട് കാട്ടില്ല. അപ്പൊ തന്നെ എങ്ങനെ കുപ്പായത്തിന്റെ നൂലയച്ച് ലാസ്റ്റ് വല്ല മാതിരിയാവും കുപ്പായ ഫുള്ള്. എന്താ കുഞ്ഞോള് പറഞ്ഞ് ടിഷ്യോ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ് കൊടുത്ത ടിഷ്യോ. ഇബ്രുവാ അനക്ക് നമ്മളതിലേ നമ്മളെ ഫാമിലിയിലേ ഇമ്മച്ചിനെയാണോ ഇപ്പച്ചിനെയാണോ ടിഷുവിനെയാണോ ജിബ്രുവിനെയാണോ അബ്രുവിനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്താ അങ്ങനെ? അത് കഴിഞ്ഞിട്ടോ എന്താ എനിക്ക് അബ്രുവിനെ ജിബ്രാനൊന്നും ഇഷ്ടമല്ലാത്ത? അപ്പൊ ഏറ്റവും കൂടുതൽ ആരെ? അപ്പൊ എന്താ ഏതാണ് പാട്ട്? തോക്കണക്ക് ഞാൻ ഇനിയും വേണമെങ്കിൽ വാങ്ങിത്തരാക്കുമല്ലോ. വാങ്ങിത്തരാതെ നിക്കുവല്ലോ എന്ന് പറഞ്ഞേ. ആ പല്ല് പറിച്ചാണ്ടേ ഇനി എനിക്ക് പല്ല് വരൂല. വാങ്ങിത്തരാതെ ചിത്രം ഇങ്ങനെ ക്യാമറയിലൊക്കെ വിളിച്ചായിരുന്നു. ഇബ്രാഹിമെ കാലിന്റെ ബസ് വള്ളി ഞാൻ വിട്ടുട്ടോ. എനിക്കറിയില്ല. പിന്നോട് ആരോ പറഞ്ഞു ഞാൻ കുഞ്ഞോളം അടിച്ചോണ്ടായിരുന്നു. ഒരു വെയിറ്റ് ആയിക്കോട്ടെ ചോദിച്ചു, ഒരു വില ആയിക്കോട്ടെ. എന്താ വർത്താനം എന്നിട്ട് ജിബ്രാനെ? കല്യാണം കൂടിയില്ലോ? ഇഞ്ചല്ലേ ഇന്നെ ചോദിച്ചോ പെൺകുട്ടികള്? എന്തിനാണെന്നോണോ പറയണേ? ചോദിച്ചില്ലേ നിങ്ങള്? വയസ്സെത്തിയാളോ? പിന്നെ ആരാ ചോദിച്ചേ? ആരാ പിന്നെ ചോദിച്ചത്? ഇനി അല്ലാതെ പിന്നെ വേറെ ആരാ ചോദിച്ചത്? അപ്പൊ ഓൽക്കൊക്കെ ആരപ്പ ഫോട്ടോ എടുക്കേണ്ടത്? ആണുങ്ങളൊക്കെ എടുത്തോ ഫോട്ടോ? ആണുങ്ങളിന്ന് ഫോട്ടോ എടുക്കാൻ അയക്കരുത് കേട്ടോ. മെച്ചിന്റെ ഒപ്പം നിന്ന്
എടുത്തിക്കണോ ആരാണ് അടുത്തിരിക്കുന്നത്? ഇബ്രാഹിമേ അന്നെ കഴിഞ്ഞാണ് പറഞ്ഞേക്കണത് നോക്കാൻ കേട്ടോ. എന്താ പൊട്ടനാജി ഉമ്മച്ചിനൊപ്പം വേറൊരു ആണുങ്ങള് ഫോട്ടോ എടുക്കാൻ അറിയുമ്പോ നോക്കണ്ടേ? എടുത്തോട്ടെ, നമ്മളെ ഫാൻസ് ആയിട്ടല്ലേ. ആയിക്കോട്ടെ, ഉമ്മച്ചിനെ സ്നേഹിച്ചാണ്ട് ഒരു കൊണ്ടോയിക്കോട്ടെ കേട്ടോ. കൊണ്ടേക്കോട്ടെ, ഇഷ്ടല്ലേ ആർക്ക്? ഞങ്ങൾക്ക് ആ എന്നിട്ട് ആ ചെങ്ങായി കയറി പിന്നെ നിങ്ങളൊക്കെ നോക്കാം. ചെലവിനും തരില്ല, തല്ലും ചെയ്യും, ചവിട്ടാനും വീട്ടിക്കും കിട്ടും അടി ഓൻ്റെ അടുത്ത് നിന്ന് വേറെ ചെങ്ങായിൻ്റെ ഒപ്പം പോയാല്. ഞങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടേ ഞങ്ങൾ പറയും ഞങ്ങൾ ഇപ്പച്ചിനെ തല്ലിക്കൊല്ലാ നമുക്ക് എന്താ കഴിഞ്ഞാളെ അവിടെ ഇരിക്കണം ഒന്ന്. ഇരുന്നോക്കെന്നാലും എന്റെ മൂന്ന് ഇബ്രാനെ അനക്കേ ടിഷു ബേബിനെയാണോ അബ്രൂനെയാണോ ഇബ്രൂനെയാണോ ഉമ്മച്ചിനാണോ ഉപ്പച്ചിനാണോ ഏറ്റവും ഇഷ്ടം? ഉപ്പച്ചിനെ? കുട്ടീനെ ഇഷ്ടണ്ടോ? പിന്നെ ആരാ വാങ്ങി തന്നെ? കറക്കണത് ആരാ വാങ്ങി തന്നെ? ആ കുനാഫ് ആരാ വാങ്ങി തന്നെ? എന്താ നിങ്ങക്ക് ഡ്രസ് ആരാ വാങ്ങി തരല്? ചന്തിമാരൊക്കെ അടിച്ച് വാച്ചുണ്ടാക്കി തരല്? സ്റ്റാർ ഇട്ടന്നത് ആ ചെരുപ്പാര വാങ്ങി തരല്? ഉമ്മച്ചിക്കാര ഉമ്മ കൊടുക്കല്? എന്നിട്ടാ ഇപ്പച്ചിനെ നിങ്ങൾക്ക് ഇഷ്ടല്ലേ? ആ എന്നെ സ്റ്റാർ ഇട്ടാൽ മാനിക്കണ് പറയാ അമർത്തല്ലേ. ദാസൻ വന്നിരുന്നു ഗൈസ്, ആടിനെ നോക്കിയ ദാസൻ. എന്ത് എന്നിട്ട് ഏതാത്ത ചാർജ് ഇതില്ല എണ്ണല്ല. എടുക്കുവാനാണ് എന്തിന്? താത്താന്റെ വണ്ടിയാണേ. ഞാൻ ഇഞ്ച വണ്ടിയാണ് ഇത്. അപ്പൊ ഇഞ്ച വണ്ടിയാണ്. വണ്ടിയല്ല അങ്ങോട്ട് ഞാൻ എണ്ണല്ല കുടുങ്ങി കഴിഞ്ഞിക്കണേല്. ഞാൻ എന്തിനപ്പോൾ ഇഞ്ച വണ്ടി കൊണ്ടെല്ലാം പറഞ്ഞിറങ്ങാണ്ട് എന്താണ് ആവശ്യം? ആ ഉദന കുപ്പായട ഇതിന്റെ അടി കൂടെ മൈക്കാടുന്ന് അത് പരിച്ചതാ മൈക്കാറിനതേ മൈക്കേതാ. ജിബ്രാന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ജിബ്രാന് ചെറിയ ചെറിയ ഐറ്റംസ് കുതിരാളികളാണ് അല്ലേ? ബക്കറ്റൊക്കെ മൂത്രയിക്കുക അല്ലേ? അങ്ങനത്തെ കുറച്ച് വേണ്ടാത്തരുള്ളൂ. അതും കൂടി ഇതാക്കിയാൽ നല്ല കുട്ടി ആയാലും പിന്നെ ടിഷൻ എങ്ങനെ ഇടങ്ങേറാക്കുക അതും കൂടി ഒഴിവാക്കിയാൽ സൂപ്പറാവും അല്ലേ? ഞാൻ അല്ലോ കണ്ടിട്ടെ ഗൈസ്, അല്ലൊരു ഹായ് കൊടുത്താ. മൂക്കത്തിപ്പ ഞങ്ങളെ രണ്ടാമത്തെ കുട്ടിയായിട്ട് ചുമരുമ്പോ ചവിട്ടാണ് ചുമര കരപ്പാക്കി. പേപ്പറേ എന്തൊരു ആൾക്കാണ് ആർക്കുളിച്ചാനാടി? ആർക്കുളിച്ചാനാ? ആർക്കുളിച്ചാനാ? എനിക്ക് ഇങ്ങോട്ട് വിളിച്ചല്ലോ അപ്പൊ എന്റെ ആൾക്കാരൊക്കെ ഞാൻ അല്ലാത്ത സമയ പറ കൊടുക്കല്. എന്ത് എന്താ മഴ, എന്താ മഴ, എന്താ വേണ്ടല്ലേ ഇതിലേറെ? കുട്ടികളൊക്കെ ഉറങ്ങിയേക്ക, രാത്രി പെരും മഴ. സമയം എത്രയായി? 12:27 അതായത് നിങ്ങളുടെ DP ഒക്കെ ആണ്. ഞാനാണത് നീലക്കുപ്പായിട്ടതേ, ഓളാണതേ. കണ്ടാ പറയോ? ഫിൽറ്റർ ഇട്ടിട്ടേ ഒറിജിനൽ ലുക്ക് ഒന്നുമില്ല ഗായ്സ്. ഒറിജിനൽ ലുക്കാ അതല്ല ഒറിജിനൽ ലുക്കോ? ഞാൻ എന്റെ ഒറിജിനൽ ലുക്കാണ്. എന്റെ ഫുള്ള് ഫിൽറ്ററാ. ഞാൻ ഇങ്ങനെ മാത്രം ഇട്ടതാ. ഞാൻ അതോട്ട് വന്ന മഴ ഓർന്നു കേട്ടോ. ഇത് പ്രേമിക്കാണ്ടോ വെച്ചുകാണ്ട് വിളിച്ചെത്തിയാണ്ട്
ഇവിടെ നല്ലപോലെ അതായത് മഴ പെയ്താൽ ഞങ്ങൾ ഉണ്ടാവും നമുക്ക് പുറത്ത് പോയി ഇരിക്കല്ലേ കുറച്ച് നേരം വർത്താനം പറഞ്ഞു കണ്ട് ഇറങ്ങാണ്ട് പോയി. എന്നിട്ട് ഇവിടെ എത്തി അതേമാതിരി എന്തെങ്കിലും പറയാണ്ട് തെറ്റി കച്ചറ ഓടി അടിച്ച് പിരിവിൻ്റെ വക്കത്തെത്തും. എന്നിട്ട് പോയി കണ്ട് ഞാൻ കുയിന്താട്ടി പോയി കിടക്കും. പിന്നെ ഓളും വന്ന് കിടക്കും. എന്നിട്ട് അങ്ങോട്ടും കൊണ്ട് തിരിച്ച് കിടന്നുറങ്ങും ചെയ്യും. ഇതിനാണെങ്കിൽ ഇനി മഴ പെയ്യാതിരിക്കാനല്ലേ, മഴ പോയും ചെയ്തുകൊണ്ട് നമ്മളെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മഴയത്ത്, അതായത് ഇപ്പം ഇങ്ങോട്ട് പല ആൾക്കാർ ചോദിച്ചു എന്താ ഗൾഫ് നിർത്തിയ ഗൾഫ്. ഈ ഗൾഫൊക്കെ നിർത്തിയൊക്കെ ഗൾഫുകാർക്കൊക്കെ ഏറ്റവും സത്യം പറഞ്ഞാൽ ഈ സങ്കടവും ഭയങ്കര വിഷമമാണ് കാര്യമാണ്. എന്ത് നാട്ടിലത്തെ ഈ ഒരു മഴയും അതേപോലെ മഴയത്ത് നമ്മളിങ്ങനെ കുട്ടികളൊപ്പം ആയാലും ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മഴ പെയ്താൽ കുട്ടികൾ ഞങ്ങളൊക്കെ മഴ കൊള്ളും അല്ലേ. നമുക്ക് അങ്ങനെ കുട്ടികൾക്ക് പനിച്ചും അല്ലെങ്കിൽ കുട്ടികൾ ഇടങ്ങാറാവും അങ്ങനത്തെ ഒരു ചിന്തയില്ല. കാരണം കുട്ടികളെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഇല്ലാത്ത ആളാണ് കുഞ്ഞോള്. ഞങ്ങൾ രണ്ടാളും മോയന്തന്മാരാണ്, അന്തല്ല. പക്ഷെ ആ അന്തല്ലായ്മയില് ഒരു ആ അന്തല്ലായ്മയിൽ ഒരു ഹരുണ്ട്. അതെ, അത് വേറൊരു കാര്യം കേട്ടോ. അതായത് കുട്ടികളെ നമ്മൾ മഴ വിളിച്ചുമ്പോൾ കുറെ ആൾക്കാർ കമന്റിൽ പനി വരും, ജലദോഷം വരും. കുട്ടികൾ മഴയത്ത് കളിക്കണം, മണ്ണിൽ കളിക്കണം, മഴവെള്ളത്തിലൊക്കെ ആകെ ആടി വലിഞ്ഞ് കളിച്ചിട്ട് ഓലെ ബോഡി എന്ത് ചെയ്യണം, ഇതിനോടൊക്കെ ഒരു പ്രതിരോധ ശേഷി വരാനുള്ളൊരു എന്താ ആ ഒരു സംഭവം നേരിടാനുള്ളൊരു കപ്പാസിറ്റി നമ്മളെ ശേതരക്താണുക്കൾ അറിയുമല്ലോ. അതായത് നമ്മൾ ആ പ്രതിരോധ പട്ടാളം, ആ ഒരു ആർമി റെഡിയാക്കണം. മനസ്സിലായോ? ഇപ്പം നമുക്ക് ഏതൊരു ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാവും. പറഞ്ഞാൽ മഴ കൊണ്ടാ പനിക്കും, പനിച്ചാൽ എന്താവും, മഴ കൊണ്ടാ പനിക്കും എന്ന് പറയുന്ന ആക്ഷൻ പോലെ തന്നെയാണ് പനിച്ചാൽ പനിയെ മാറ്റാനുള്ളത് ബോഡിയിൽ ഉണ്ടാവും. അതാണ് ആ ആക്ഷൻ്റെ റിയാക്ഷൻ. അപ്പം നമ്മൾ കുട്ടികൾ ഒരിക്കലും മഴവെള്ളിക്കൊള്ള എൻ്റെ കുട്ടീനെ മഴവെള്ളിക്കൊള്ള എൻ്റെ കുട്ടിക്ക് പനി വരും, അല്ലെങ്കിൽ ജലദോഷം വരും, കഫക്കെട്ട് വരും പറയാം. അതൊക്കെ മനുഷ്യന്മാർക്ക് വരാനുള്ള അസുഖമാണ്. അത് വന്നിട്ട് അതിനെ നേരിടാനുള്ളൊരു ടെൻഡൻസി, അതായത് ഒരു മാരക രോഗമായിട്ടല്ലല്ലോ നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. പനി ജലദോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ബോഡിയുടെ ആ ഒരു പ്രതിരോധ ശേഷി ബിൽഡ് ചെയ്യാനുള്ള സംഭവമാണ്. മാത്രമേ കിട്ടൂല എനിക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ ഭയങ്കര അറിയില്ല, കിട്ടിക്കണൊക്കെ. എനിക്കൊക്കെ ആയിരുന്ന ദിവസം 2-3 പ്രാവശ്യം കുളിക്കണം. അല്ല, ആ കുളിയല്ല കേട്ടോ. ഇതിപ്പോൾ ആൾക്കാരിപ്പോൾ ഞാൻ അങ്ങനത്തെ രീതിയിൽ കരുതും. അതായത് ഞങ്ങൾ വൃത്തിയാണ് ഐ മീൻ വൃത്തിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഇതാക്കരുത്. രാത്രി 12 ഞങ്ങൾ ഈ വ്ളോഗ് എടുക്കുന്നത്. കാരണം ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരുന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ സിറ്റൗട്ടിൽ വന്ന് ഈ മഴയും കൊണ്ട് കണ്ടിരിക്കണം. ഞങ്ങളുടെ വിശുദ്ധ പ്രണയമാണ് ഗൈസ്, വിശുദ്ധ പ്രണയം. അല്ലാതെ തോന്നിയാസന പ്രണയം അല്ലേ ഞങ്ങൾക്ക്, അല്ലേ കുഞ്ഞോളെ? ഉണ്ടോ വിശുദ്ധ പ്രണയല്ലേ നമ്മൾക്ക്? തോന്നിയാസനല്ലല്ലോ. 4 കുട്ടികളായിരുന്നുള്ളൂ. അപ്പം എന്താ വെച്ചാൽ ഇതൊക്കെ ആസ്വദിക്കാൻ പഠിക്കുക. നമ്മളെ ലൈഫിൽ ചെറിയ കാര്യങ്ങളുള്ളൂ. അതായത് ഈ മഴ, അല്ലെങ്കിൽ ഒരു പുഴയിൽ കൊണ്ടുപോയിട്ട് ചാടി കുളിക്കുക, കുളത്തിൽ പോയി ചാടുക, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് വേറെ കളറ് ലൈഫ് കാരണം. ഇപ്പം നിങ്ങൾക്കൊക്കെ മാപ്പിളാരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളാരുണ്ടാവും. ആ പെണ്ണുങ്ങളാരെയും കൂട്ടിയിട്ട് നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് പെരൻ്റെ മുറ്റത്ത് പോയിട്ട് മഴ കൊള്ളുക. അല്ലാന്നുണ്ടെങ്കിൽ ആ സിറ്റൗട്ടിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ഒന്ന് അത് നോക്കി നിൽക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്കൊന്നും മഴ കാണില്ലേ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് അത് ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേ അത് ആസ്വദിക്കാനുള്ളൊരു മൈൻഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പെരയിൽ എത്ര വലിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിലും പെരയിലെത്തിയാൽ നമ്മളുടെ ലോകം നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളാണ്. ഇനിയിപ്പോൾ പുറത്ത് നമുക്ക് പലവിധ ബിസിനസ് ടെൻഷനുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പലവിധ ഇടങ്ങേറുകൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് കഴിക്കുക. എന്ത് വന്നാലും എന്ത് വന്നാലും അതങ്ങോട്ട് എന്തപ്പോൾ ഇതുപോലൊക്കെ സംഭവം മരിച്ചൊന്നുമില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ. അതായത് ഇപ്പം നമുക്കിപ്പോൾ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ഇടങ്ങേറിയാണ്ട് എന്തെങ്കിലും കടങ്ങൾ, അല്ലെങ്കിൽ ലോണുകൾ, EMI, അല്ലെങ്കിൽ ബിസിനസ് കുറവ്, അങ്ങനത്തെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വെറുതെ ചിന്തിച്ച് ടെൻഷനാവാതെ നമ്മളെ പെരയിലെത്തിയാൽ പെണ്ണുങ്ങളും കുട്ടികളപ്പോൾ എല്ലാ ടൈം, അതായത് എന്തായാലും ഇപ്പം നമ്മൾ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും ഈ സംഭവം അതിൻ്റെ റൂട്ടിനേ പോവുള്ളൂ. നമ്മൾ കുറേ ഇടങ്ങേറായി പഠിച്ചാലേ കാക്കണേ അറിയാണ്ട് പ്രാർത്ഥിക്കട്ടോ. ആ പ്രാർത്ഥനയില്ല, ഞാൻ പറയാം പഠിച്ചനെ കാക്കണമെന്ന് പറയുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മളിങ്ങനെ ടെൻഷനായിട്ട് കാര്യമില്ല. ടെൻഷൻ നമ്മളുടെ മൈൻഡിൻ്റെ ആ ഒരു ഉല്ലാസഭരിത യാത്ര ഇല്ലാതെയാക്കുന്നതാണ്.
അപ്പം ആ ഒരു യാത്രയിലില്ലാതാക്കുന്ന ഒരു ടെൻഷനും നമ്മൾ മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ നിമിഷങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആസ്വദിക്കുക. പിന്നെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ചെങ്ങായിക്ക് എന്താ പിരാന്തായോ നട്ടപ്പാർക്ക് തീർച്ചയായിട്ടും ഉപദേശിക്കാൻ നിൽക്കുക. അതല്ല, എനിക്ക് എൻ്റെ വൈബ് എന്ന് പറയുന്നത്, എൻ്റെ വൈബ് എനിക്കത് ജനങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു കൊടുത്ത് അത് എല്ലാവരിലേക്കും അറിവ് എത്തിച്ചു. കാരണം നമ്മളെ യൂട്യൂബ് ചാനലിൽ പ്രത്യേകം നിങ്ങൾക്ക് അറിയാലോ, അറിവ് നോളജ് ഈസ് പവർ, പവർ ഈസ് പവർ, നോളജ് ഈസ് പവർ. ഓക്കെ, എന്താ എനിക്ക് പറയാല്ലേ മൊയലും കുട്ടിയെ, മൊയല് ഇതങ്ങനെ തട്ടങ്ങനെ ഇരിക്കുമോ മൊയലുകളോ തട്ടിരിക്കാൻ ഈ മൊയലുകൾ ഉണ്ടാവുമല്ലോ, വളർത്തുന്ന മൊയലുകൾ. വെള്ളല്ല ഒരു ഈ കാര്യം. പിന്നെ എന്താ അങ്ങനത്തെ മൊയലുകളുണ്ടല്ലോ, ഗ്രേ കളറ്, ചാരങ്കാവ് കളറ് ഉണ്ടല്ലേ. വെള്ള മയിലിനാണല്ലോ മറ്റേ റോസ് കണ്ണൊക്കെ അറക്കുമ്പോണ്ടായ ഐറ്റങ്ങൾക്ക് ഒരു ഒച്ച ഉണ്ടാക്കാൻ. നിങ്ങൾ മയിലിറച്ചി തിന്നിട്ടില്ലേ? പിന്നെ ഞാനൊക്കെ ചെറുപ്പം മുതലേ മയിലിറച്ചി നിന്ന് വളർന്നാല്. മുയലാവുമ്പോ കാട്ടിൽ പോയാൽ കിട്ടും. ഞാൻ വെറുതെ അറിയാട്ടെ, ഇനി ഫോറസ്റ്റ് കുളിച്ചാൽ എനിക്കിപ്പൊക്കെ മുയലിറച്ചി നീനി അറിയാൻ നിൽക്കണ്ട. ഇവിടെ വരുമ്പോൾ ഒരു അലക്കിയും കിട്ടില്ല. ഇവിടെ ഇറച്ചി പോയിട്ട് ഇവിടെ ഉണക്കമീനും കൂടി ഇല്ലാത്ത അവസ്ഥ. ഇനി ഇവിടെ ഫോറസ്റ്റുകാരെ വിട്ടുകൊണ്ട് വലിത്താൻ നിൽക്കണ്ട. പേടിയാണ് നിങ്ങൾ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങോട്ട് ഒഴുക്കി കൊടുക്കാനായിട്ട് നടക്കുന്ന കുറേ ടീമുണ്ട് അല്ലേ? അല്ല, അങ്ങനെ കുറേ ടീമുണ്ട്. ഇപ്പൊ ചായ കുടിക്കാൻ പോണം, നോളെ വൈബാണത്. ഏത് 6 മാസം കൂടി ആകാത്ത കുട്ടീനെ അവിടെ, 6 മാസമോ 4 മാസം കൂടി ആകാത്ത കുട്ടീനെ അവിടെ കടച്ചിറക്കിയാണ്ട് ഈ കുട്ടികളെയും കൊണ്ട്. അല്ല, നാളെ സ്കൂളിൽ ആരെയുണ്ട്? അങ്ങനെ എന്തൊരു ഇത് കേട്ടോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബന്ധം. അങ്ങനെ ഞാനും കണ്ടു. പക്ഷെ അവളെ ഗ്രൂപ്പിൽ ഇതൊന്നും വന്നില്ല. എന്നാണ്ടാവും ഒരു വിദ്യാഭ്യാസ ബന്ധം ഞാനും കണ്ടു. അപ്പൊ അത് നാളെ ഒന്ന് ചോദിച്ചു നോക്കൊണ്ട് വിളിച്ചുകൊണ്ട് കേട്ടോ. അതിന് ബന്ധം കളക്ടറല്ല അതല്ലേ മഴ കണ്ടുകാണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുമല്ലോ. ഇതങ്ങനത്തെ അല്ല, ഇത് വേറെന്തോ. ഇത് ബന്ധാണ് വിദ്യാഭ്യാസ AMVP അങ്ങനെ എന്തോ ഞാൻ കണ്ടു. ആ ടാഗ് ഇങ്ങനെ കണ്ടു. അപ്പൊ മഴ ചോർന്നു. ഇനി ഞങ്ങൾ പോയി കിടന്നുറങ്ങട്ടെ കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ വർത്താനം കിട്ടാണ് തരിപ്പ് കയറിയാണ് പുതിയാപ്പിളാരോട് മഴ കൊണ്ടുപോകണ ഒരു പ്രശ്നമില്ല, മഴ കാണാൻ പേടിയാണ് കച്ചറ ഉണ്ടാക്കാൻ നിൽക്കണ്ട. കാരണം ആ വൈബില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓൽക്ക് ഈറടിച്ചു. അപ്പോൾ ഓലെ വൈബ് എന്താണ്, ആ വൈബിനൊപ്പം തുള്ളുക എന്നുള്ളത് നടക്കുകയുള്ളൂ. അല്ലാതെ എല്ലാ മനുഷ്യന്മാർക്കൊന്നും ചിലപ്പോൾ മഴ ആസ്വദിക്കാൻ കഴിഞ്ഞോളണമെന്നൊന്നുമില്ല. പിന്നെ നമ്മളെ എല്ലാം അന്തല്ലാത്ത ടീമിനെ പറ്റുള്ളൂ. അല്ലേ പിന്നെ നിങ്ങളൊക്കെ ഞാനാണ് കെട്ടണം. അപ്പോൾ കുഞ്ഞോളായിട്ട് അയക്കില്ല. ഒക്കെ അങ്ങനെ ഇഷ്ടമല്ല. കുറേ പെണ്ണിട്ട് അറിയുമ്പോൾ കെട്ടിയ പെണ്ണിനെ നല്ല ഉഷാറായിട്ട് നോക്കുക, ഓളെ ഹാപ്പി ആയിട്ട് കൊണ്ടിറക്കുക. ഏതായാലും നമ്മളിതിന് മെനക്കെട്ട് നിന്നു. TT പറഞ്ഞ മാതിരി ഏതായാലും ഇപ്പോൾ ഇതിക്ക് ഇറങ്ങി തിരിച്ചു. തുടങ്ങി ഇപ്പോൾ വീണ്ടും പരിപാടി തുടങ്ങി. എന്താണ് പറഞ്ഞോ? പറേ അനക്ക് കുട്ടിയാക്കും മാണ്ടിയൊക്കെ വാങ്ങിത്തരികല്ലേ? എന്താടി എനിക്കിവിടെ കുറവ് ജന്തോ? ഗൈസ്, ഓളെ പരാതി കേട്ടപ്പോ ഓക്കും കുട്ടിയാക്കും മാണ്ടിയെ വാങ്ങിക്കൊടുക്കുക. എന്താണ് ഓക്കെ ഞാൻ വാങ്ങിക്കൊടുക്കാത്തത്? എന്താണ് ഓക്ക് ഇവിടെ നൽകാത്തത്? ഏതൊരു പെണ്ണിനും ഒരു ഭർത്താവിന് ഉണ്ടാവണം എന്ന് ഉദ്ദേശിക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഓക്ക്. എല്ലാരും എന്റെ മാരിക്കല്ലേ കുടുംബം നോക്കണേ ആൾക്കാര്. അതല്ലേ എന്താണ് വാങ്ങിത്തരാത്തത്? എല്ലാ മാപ്പിളാരും പൊതുവേ എല്ലാ മാപ്പിളാരും ഇപ്പൊ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാല് അതിപ്പോ നിങ്ങള് അങ്ങനെ ചെയ്യേണ്ട നിങ്ങളെ മെയിൻ ഇതല്ല, അത് നിങ്ങളെ കടമയാണ്. കുട്ടികളെ നോക്കുക എന്നുള്ളത് നിങ്ങളെ കടമയാണ്. പിന്നെ എന്താ ഞാൻ വാങ്ങിത്തരാത്തത്? എന്താണ് മസാല ദോശ വാങ്ങിത്തന്ന നിങ്ങള്, അവിൽ മിൽക്ക് വാങ്ങിത്തന്നങ്ങള്, പകരല്ലേ വേറെന്താ സാധനം കൊണ്ട് വാങ്ങിച്ച്? എന്താ വാങ്ങിച്ചേ? ഒന്നും വാങ്ങിച്ച ബർത്ത്ഡേക്ക് പാർട്ടി തന്നതാ. അതൊന്നും അത് ബർത്ത്ഡേ പാർട്ടിയാണ്.
മസാല ദോശ അഭിനയിക്ക വേറെ അറിയില്ലോ നല്ല ആളായി ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ പോയി ഉറങ്ങട്ടോ. ഇനി ഉറങ്ങാനാണ് പോണത്. ഇനി ഞങ്ങളെ കുറിച്ച് അങ്ങനെ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ശരി ഗായ്സ്, മഴ പോയി. അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഇനിയിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് പറഞ്ഞാൽ സങ്കടപ്പെടേണ്ട. അതിന് മുന്നേ കുറേ വീഡിയോ ഇതിലേറെ വലിയ കോമഡി ഉള്ള വീഡിയോ ഉണ്ട്. അതൊക്കെ പോയിട്ട് കണ്ടോളൂ. ഓക്കെ.